ഉണ്ണി സൂപ്പറാണോ ഉണ്ണി? ഉണ്ണി മോളെ ഇങ്ങോട്ടേക്ക് സൂപ്പറാണോ? ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് 65 ആണ്. എല്ലാവരും ചിക്കൻ 65 ആണല്ലോ ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് എഗ് 65 ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാം ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ 1 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറും കൂടാണ് എടുക്കുന്നത്. പറയുമ്പോൾ തെറ്റിയൊക്കെ പോകുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് സ്വല്പം ലൂസാക്കി എടുക്കണം. ഈ ഒരു തിക്നെസ് വേണം നമുക്കത് എടുക്കാൻ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ഒരു പച്ച മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം സ്വല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഒഴിച്ചെടുക്കാൻ പോവാണ്. ബ്രെഡ് ക്രംസ്, അതായത് ബ്രെഡ് പൊടിച്ചെടുത്തത് കൂടി നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് ഇനി ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുളയായിട്ട് തന്നെ വരണം. ആ പരുവത്തിന് വേണം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാൻ. വേണ്ട, നമ്മൾ ഉരുട്ടുമ്പോൾ ഉരുളയായിട്ട് വരണം. ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോ ഉരുളകളാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട്, അതായത് മൈദയും കോൺഫ്ലോറും എല്ലാം കൂടെ ഉള്ള മാവിനകത്തോട്ട് ഇത് മുക്കി വേണം ഇതിനകത്തോട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുക്കി അതിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നന്നായി
മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്. പാനിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇനി അതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം പെരുംജീരകവും കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് വീണ്ടും 1/2 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം തൈര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളതിലേക്ക് കുറച്ച് റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാൻ പോകണം. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സ്വല്പം. നമ്മൾ സ്വല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാൻ പോകണം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എഗ് റോൾ കൂടെ നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അതിലേക്ക് സ്വല്പം മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കാൻ പോകണം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ എഗ് 65 റെഡിയായി കഴിയും.